ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രസക്തിയും വളരെയധികം ബോധ്യമാകുന്ന ഒരു കഴിഞ്ഞ രണ്ടാഴ്ചകൾ നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ശബരിമല സംരക്ഷണ സംഗമം അത്തരമൊരു സംഗമത്തെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ ഇടയായത് ഭക്തജനങ്ങളിൽ നിന്നുള്ള ആവശ്യമായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പ്രത്യേകിച്ച് തമിഴ്നാട് സൗത്ത് നോർത്ത്. കാരണം അയ്യപ്പ ഭക്തന്മാരുടെ എല്ലാം മനസ്സിൽ ഈ സർക്കാർ എന്താണ് 2018-ലും 2019-ലും ഒക്കെ ചെയ്തതെന്നും തുടർന്ന് ഇങ്ങോട്ട് നടന്ന പല നടപടികളും എല്ലാം എത്രത്തോളം, പ്രത്യേകിച്ച് നമുക്കറിയാം ദീർഘനേരം ക്യൂ നിന്ന് വലഞ്ഞവരൊക്കെ പുറത്തുനിന്ന് വന്നവരാണ്. അവർ പലരും മൊഹാലിസപ്പെട്ട് വീഴുകയും അപകടത്തിൽ മരിക്കുകയും പലർക്കും അവിടെ ദർശനം അസാധ്യമായെന്ന് മനസ്സിലായത് മടങ്ങിപ്പോകേണ്ട, മാല ഊരി വെച്ചിട്ട് മടങ്ങിപ്പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഒരിക്കലും ഈ അയ്യപ്പ ഭക്തന്മാരുടെ ഒരു അനുകൂലത കാണിക്കാത്ത ഈ സർക്കാർ, അതല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ വിശ്വാസം തന്നെ തകർത്ത ഈ സർക്കാർ അത്തരം ഒരു സംഗമം നടത്തുമ്പോൾ എന്തുകൊണ്ട് യഥാർത്ഥ അയ്യപ്പ ഭക്തരുടെ സംഗമം നടത്തിക്കൂടാ? അവിടെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യും. അതിനുള്ള പരിഹാരങ്ങൾ കേരളത്തിൽ ഭരിക്കുന്നത് കേരള സർക്കാരാണെങ്കിലും തീർച്ചയായിട്ടും അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിൽ നിന്നുള്ള ആഗ്രഹം ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായേ മതിയാകും. അത് ഞാനീ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു 10 ദിവസം അല്ലെ 2 ആഴ്ചത്തെ സംഭവവികാസങ്ങൾ നമ്മൾ വിലയിരുത്തിയാൽ എത്രത്തോളം ശരിയായ ഒരു കാര്യമാണ്. ആരുടെയും മനസ്സിൽ നിന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പം ഈ സ്വർണത്തിൻ്റെ മാത്രമല്ല, എത്രയോ കിലോഗ്രാം സ്വർണ്ണം, ഇതിപ്പോൾ ഒറ്റ വിഷയമാണ്, ഒരു പർട്ടിക്കുലർ ഇഷ്യൂ 2019 സംഭവിച്ചതിൻ്റെ ഒരു വിഷയമാണെങ്കിൽ ഇപ്പോൾ അടുത്ത സമയത്ത് പോയ ഈ അഴിച്ചുകൊണ്ട് പോയതിനെക്കുറിച്ച് കോടതി എത്രത്തോളം വിമർശിച്ചു, അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. അത് ഉരുക്കി അത് എത്ര വെയിറ്റ് ഉണ്ടെന്ന് പോലും നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇനിയും ഈ ലോക്കറിൽ ഞാൻ മനസ്സിലാക്കുന്നത് 535 കിലോഗ്രാം സ്വർണം ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൈവശമുണ്ട്. അത് കോടതിയിൽ തന്നെ അവർ കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിൽ മുമ്പ് പറയുന്നുണ്ട് 2023-ല്. അപ്പോൾ ഈ 535 കിലോഗ്രാം സ്വർണം എന്ന് പറഞ്ഞത് ഇതാണ് അവസ്ഥയെങ്കിൽ അത് തീർച്ചയായിട്ടും അപഹരിക്കപ്പെടും. ഇന്നിപ്പം ഏതാണ്ട് 40-50 കിലോഗ്രാം സ്വർണത്തിൽ നിന്നാണ് 5 കിലോഗ്രാം പോകുന്നത്. അതായത് 10% നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് എത്ര പ്രാവശ്യം നഷ്ടപ്പെട്ടു? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാകൂ. യാതൊരു കാരണവശാലും ഭക്തർ സമർപ്പിക്കുന്ന സ്വർണ്ണമായാലും ശരി, എന്ത് ദ്രവ്യമായാലും ശരി, അതിനെ കാത്തു സൂക്ഷിക്കാനും, അത് ഭഗവത് തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നതാണത്. അതെങ്ങോട്ടും കഴിച്ചുകൊണ്ട് പോകാനോ ഒന്നും പാടില്ല. അത് അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവാണ്. അത് മോഷണത്തിന് തുല്യമാണ്. അത്തരം ആളുകളെ എങ്ങനെയാണ് ഇനിയും വിശ്വസിച്ച് അയ്യപ്പ ഭക്തർ ഇനിയും സമർപ്പണം നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇപ്പോൾ ശബരിമലയുടെ വികസനത്തിനെന്ന് പറഞ്ഞിട്ട് ലോകത്തെമ്പാടുമുള്ള ആളുകളോട് സമീപിച്ചു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് നാളെ കാണാം. അത്തരത്തിൽ ആളുകളെ അവിടെ കൂട്ടി ശബരിമലയ്ക്ക് വേണ്ടി അവർ കോടികളാണ് പറയുന്നത്. ഒരു പ്രിവിലേജ് കാർഡിന് തന്നെ 3 കോടിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സമർപ്പണം 100 കോടിയൊക്കെ ആയിരിക്കാം. അത്തരം ആളുകൾ ഈ വാർത്ത കേട്ടിട്ട് ആരെങ്കിലും അത്തരം ഈ വിശ്വാസമില്ലാത്ത ദേവസ്വം ബോർഡിനെയോ സർക്കാരിനെ ഏൽപ്പിക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ്. ഇത്രത്തോളം അഴിമതിയും കടികാര്യസ്ഥിതിയും അഴിഞ്ഞാടുന്ന ഈ പ്രസ്ഥാനം നിർത്തിയേ മതിയാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിച്ചു എന്ന് മാത്രമല്ല, തീർച്ചയായിട്ടും ഒരു വലിയ സന്ദേശം അവിടെ നിന്നുണ്ടാവും. ഇതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടായാൽ മതിയാവും. അത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും അതിനുള്ള ഒരു വഴി ഒരുക്കിക്കൊണ്ട്, കൃത്യമായ മാർഗദർശനം നൽകിക്കൊണ്ട് ഈ സമ്മേളനം അവസാനിക്കുന്നതിന് ശേഷം തുടർന്നുള്ള സമയങ്ങളിൽ ഈ ശബരിമലയിൽ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ, ഇതിപ്പോൾ ശബരിമലയെക്കുറിച്ചാണ് നമുക്ക് ഇത്രത്തോളം ദേവസ്വം ബോർഡ് കാര്യങ്ങളിൽ കേരള ഹൈക്കോടതി നിരന്തരം ഇടപെടാനുള്ള ഒരു നിയമം നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഇതുകൊണ്ട് മനസ്സിലാക്കാവുന്നത്, ഈ വിശ്വാസികളല്ലാത്തവർ ക്ഷേത്രം ഭരിച്ചാൽ എന്തായിരിക്കും അവസ്ഥയെന്നാണ് ഇതിലെല്ലാം നമുക്ക് കാണുന്ന ഒരു സന്ദേഹം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് ശക്തമായ പരിഹാരം കാണുന്ന തരത്തിൽ നമ്മൾ ഈ വരുന്ന സമ്മേളനത്തിന് നമ്മളൊരു വിഷൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കി അന്ന് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതായത് മുന്നോട്ടുള്ള സമയത്ത് ഇതിനൊരു മാർഗരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു വിഷൻ ഡോക്യുമെൻ്റ്, കൂടാതെ ഇത്തരം വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ ക്ഷേത്രങ്ങളെ ഈ അവിശ്വാസികളിൽ നിന്ന് എങ്ങനെ സംരക്ഷിച്ച് വിശ്വാസികൾ കയ്യിൽ ഏൽപ്പിക്കാം, ഇത്തരത്തിലുള്ള തീരുമാനം ഉണ്ടായേ മതിയാകൂ. എന്തായാലും അത്തരത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാവുക. അതിനുവേണ്ടി നമ്മുടെ സെമിനാർ തന്നെ 3ആയിട്ട് നമ്മൾ ഭാഗിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ അറിയിച്ചതാണ്. അതായത് വിശ്വാസത്തിൻ്റെ കാര്യം, രണ്ടാമത് വികസനം, വിശ്വാസത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ള വികസനം, അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംരക്ഷണം, അതാണ് നമ്മുടെ ടാഗ് ലൈൻ. അതായത് ശബരിമല ഇന്ന് സംരക്ഷിക്കപ്പെടേണ്ട ഇടമായി മാറിക്കഴിഞ്ഞു.
അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള ശക്തമായ ഇടപെടലിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും നിയമ സംവിധാനങ്ങളെക്കുറിച്ചും അതല്ലെങ്കിൽ പൊതുജനങ്ങളെ കൂട്ടിക്കൊണ്ട് അതിന്, അതായത് ദേവസ്വം ബോർഡും കേരള സർക്കാരും ഈ ഭക്തജനങ്ങൾക്ക് അനുസൃതമായിട്ട് ശബരിമല ക്ഷേത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളും കാര്യമായിട്ട് നോക്കുന്നില്ല, സംരക്ഷിക്കുന്നില്ല എങ്കിൽ അത് ഭക്തജനങ്ങളെ എടുക്കേണ്ട സ്ഥിതിയാണ്. കാരണം ഇതെല്ലാം ഇവർ ചെലവാക്കുന്ന ഓരോ നയ പൈസയും അതല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ദർശിക്കുന്ന ഓരോ ദ്രവ്യങ്ങളും ഇതെല്ലാം ഈ ഭാരതത്തിൽ മാത്രം ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ സമർപ്പണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള സമർപ്പണമാണ് ഇന്നിപ്പോൾ അവർ ശീതീകരിച്ച പന്തലും അതുപോലെ തന്നെ ഭക്ഷണവും. നമുക്കറിയാം ആ ചിത്രം തന്നെ മാധ്യമങ്ങളിൽ ഞാൻ കണ്ടൊരു ചിത്രമുണ്ട്, വളരെ ദയനീയമാണ്. അതായത് ശീതീകരിച്ച വളരെ വിലപിടിപ്പുള്ള ജർമ്മൻ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു പന്തൽ ഒരു സൈഡിലാണെങ്കിൽ തൊട്ടടുത്ത് ശബരിമലയുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള ബലിത്തറകൾ നമ്മൾ കാണുന്നുണ്ട്. ആ ബലിത്തറകളിൽ ഇരുന്ന് ഭക്തർ ബലിയിടുന്നത് നിങ്ങളിത് രണ്ടും ഒരേ ചിത്രത്തിൽ ഞാൻ കണ്ടു. ഒരു സൈഡിൽ ബലിത്തറയിൽ വളരെ നിലത്തിരുന്ന് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലിയേൽപ്പിക്കുന്ന സാധാരണക്കാരായ ഭക്തന്മാരും ഇപ്പറേ ശീതീകരിച്ച പടുകൂറ്റൻ പന്തലുകളുമാണ്. ഇത് വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് ഇവർ കേരളത്തിൽ നൽകുന്നത്, ഭക്തജനങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളായിരിക്കും പ്രധാനമായിട്ട് അവിടെ ചർച്ച ചെയ്യുക. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് രാവിലെ നടക്കുന്ന സെമിനാറിൽ ഞാൻ ഈ പറഞ്ഞ 3 വിഷയങ്ങൾക്ക് ചർച്ച ചെയ്യും. അത് നമ്മൾ ചർച്ചയുടെ സമയം വർദ്ധിപ്പിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞത് രാവിലെ 9 മണി 10 മണി രജിസ്ട്രേഷൻ, 10 മുതൽ 1 വരെ സെമിനാർ ആണെങ്കിൽ ആ 1 വരെയുള്ള സെമിനാർ നമ്മൾ 3 മണി വരെ ആക്കി നീട്ടി. ഇന്നത്തെ ഈ സമയത്ത് ആളുടെ അഭിപ്രായം അറിയാനും തീരുമാനങ്ങൾ എടുക്കേണ്ടതിനും ഒരു ആവശ്യകത വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സെമിനാറിൻ്റെ സമയം 1 മണിക്ക് അവസാനിക്കുന്നവരെ 3 മണി വരെ നീട്ടിയിരിക്കുന്ന കാര്യം കൂടി ഞാൻ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അവിടെ ഓപ്പൺ ഫോറം നമുക്കുണ്ടാവും, ഭക്തജനങ്ങൾക്ക് അവസരം പറയാനും ഒക്കെ ആയിട്ട്. ഇനിയും വൈകുന്നേരത്തേതിലും തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ അങ്ങോളമികളും വിദേശത്തു നിന്ന് വരെ പ്രതിനിധികളുണ്ടാവും. സെമിനാറിലും വിദേശത്തു നിന്ന് പ്രതിനിധികളുണ്ടാവും. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ കാരണം ഇന്നിപ്പോൾ ഈ ഒരു കാര്യത്തെ പ്രാധാന്യം വർദ്ധിച്ചായിട്ട് ലോകമെമ്പാടും അറിയാം. നമുക്കിപ്പോൾ കിട്ടുന്ന കോളുകളൊക്കെ ലോകത്തുനിന്ന് പല ഭാഗത്തു നിന്നാണ്. ചെറിയ വിഷയം അല്ലത്. ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും ഈ വിഷയം ലോകമെമ്പാടും എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് അത്തരം വിഷയങ്ങളും അതിനുവേണ്ടി മാർഗദർശനം നൽകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശ്രീ അണ്ണാമലയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം അദ്ദേഹം തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് വളരെ അടിത്തറയോടുകൂടിയുള്ള പഠനം നടത്തിയിട്ടുണ്ട്. വളരെ ഡീപ്പായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മധുരയിൽ നടന്ന സമ്മേളനത്തിൽ നമുക്കറിയാം വളരെ വിശദമായ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഈ ക്ഷേത്രങ്ങളെ എങ്ങനെ സംരക്ഷിക്കണമെന്നും ഏതൊക്കെ തരത്തിലാണ് ക്ഷേത്രദംശനം നടക്കുന്നതെന്നും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമാക്കുന്നത് തന്നെയായിരിക്കും ഈ ആയിട്ടുള്ള ഭക്തജന സംഘവും. പിന്നെ ബാക്കി വളരെ ഭാരതത്തിൻ്റെ പല സ്ഥലത്തു നിന്നും വരുന്ന ബഹുമാന്യ പല വ്യക്തിത്വങ്ങളും ഉണ്ടാവും. അത് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലായിരിക്കും അത്തരത്തിലുള്ള തീരുമാനിക്കുക. എന്തായാലും ഈ പറഞ്ഞ 2 കാര്യങ്ങളിലും അതിശക്തമായ രീതിയിൽ ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ഇതിനുള്ള പരിഹാരത്തെ നിർദ്ദേശിക്കുന്നതും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് പോകും. പിന്നെ അവിടെ പങ്കെടുക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇന്നത്തെ മാധ്യമങ്ങളിൽ തന്നെ വന്നൊരു വാർത്ത, മലയോര വിഭാഗത്തിൽ അവരിന്ന് ഭക്തൻ്റെ ശബരിമല അയ്യപ്പ സംഗമം, പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞ പ്രസ്താവന ഞാൻ ഒരു മാധ്യമത്തിൽ കണ്ടു. പക്ഷേ അവർ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ PK സജീവ് ജനറൽ സെക്രട്ടറി കത്ത് തന്നെ അയച്ചിട്ടുണ്ട് അത് ലെറ്റർ പാഡിൽ. അപ്പോൾ അവർ കൊടുക്കുന്ന വാർത്തയ്ക്ക് എത്രത്തോളം അടിസ്ഥാനം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പലതും അത്തരത്തിലാണ്. അപ്പോൾ ഇത്തരം പല വിഭാഗങ്ങൾ ഇന്ന് 120ഓളം സാമൂഹ്യ സംഘടനകൾ നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ടാവും. 120. അത് അവരെല്ലാം ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ പ്രമുഖ വ്യക്തികളെത്തും. അതിൽ 30ഓളം ആളുകൾ നമുക്ക് ഈ പറഞ്ഞ സെമിനാറിലും വരുന്ന പൊതുയോഗത്തിലൊക്കെ പങ്കെടുക്കും. അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഏകദേശം 150ഓളം സാമുദായിക സംഘടനകളിലെ 120ഓളം ഈ ശബരിമല സംരക്ഷണ സമിതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധികളും തുടങ്ങി നമ്മുടെ ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ ബന്ധപ്പെട്ട പറകൊട്ട് പാട്ടുകാർ, അതല്ലെങ്കിൽ തിരുവാഭരണ വാഹകർ, പേട്ടതുള്ളൽ സംഘം, ഇത്തരത്തിൽ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട സർവ്വ ആളുകളെയും നിങ്ങൾക്ക് ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ വേദിയിൽ കാണാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ശബരിമലയുടെ ഈ ഭക്തന്മാരുടെ സംഗമമായിട്ടാണ് ഇത് വരിക. ഭക്തന്മാരുടെ ഇന്നത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. ഭക്തന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളും നമ്മൾ ചർച്ച ചെയ്യപ്പെടും. 2008 ജി സുധാകരൻ അഫിഡാവിറ്റ് കൊടുക്കുന്നു ഇടതുപക്ഷ സർക്കാർ. 2016 ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് UDF സർക്കാർ വി ഗിരി മുഖേന ഒരു അഫിഡാവിറ്റ് കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം
2016 നവംബർ മാസം 7-ാം തീയതി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത് ജയ്ദീപ് ഗുപ്തയാണ്. ജയ്ദീപ് ഗുപ്ത സുപ്രീം കോടതിയിൽ പറയുന്നു, ഞങ്ങൾ മുൻ സർക്കാരിന്റെ നിലപാടല്ല, ഞങ്ങൾ യുവതികൾ പ്രവേശിക്കണം എന്ന 2008 നിലപാടാണ് ഞങ്ങളുടേത്, ഞങ്ങളുടെ പഴയ സർക്കാരിൻ്റെത്. ഇപ്പോൾ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വാസവന്റെ ഒരു മറുപടി നിങ്ങൾ കണ്ടു കാണും, വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വസ്തുത എന്താണെന്ന് വെച്ചാൽ അവർ തിരുത്തിയിട്ടില്ല എന്നുള്ളത് സാങ്കേതികമാണ്. അവർ പഴയ അഫിഡാവിറ്റിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുതിയ അഫിഡാവിറ്റ് കൊടുക്കല്ല, ഇത് പഴയ അഫിഡാവിറ്റ്. അതുകൊണ്ട് ജഡ്ജിമെന്റിൽ 2008 അഫിഡാവിറ്റ് ആണ് കോടതി എടുത്തിട്ടുള്ളത്. ജഡ്ജിമെന്റിൽ 2008 അഫിഡാവിറ്റ് അനുസരിച്ചിട്ടാണ് ജഡ്ജിമെന്റിൽ അതൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ നിങ്ങളിങ്ങനെ സമയം മാറുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സർക്കാർ മാറുമ്പോൾ ദേവസ്വം ബോർഡിന്റെ നിലപാട് മാറുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. മാറി സർക്കാരുകൾ മാറുമ്പം അതനുസരിച്ച് ശബരിമലയുടെ ഭക്തിക്ക് മാറ്റം വരുമോ, അവിടുത്തെ ആചാരങ്ങൾക്ക് മാറ്റം വരുമോ, ഒരു വലിയ ചോദ്യമാണ് നമ്മൾ കോടതിയിൽ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു സർക്കാർ വരുമ്പോൾ യുവതി പ്രവേശന അനുകൂലം, മറ്റു സർക്കാർ വരുമ്പോൾ എതിര്. അപ്പോൾ നമുക്കറിയേണ്ട വിഷയം, ശബരിമല തൊട്ട് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുടെ കാര്യത്തിൽ സർക്കാരുകൾ മാറുന്നതനുസരിച്ച് മാറുമ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുബന്ധിച്ചല്ല, കൃത്യമായിട്ട് രാഷ്ട്രീയ നടപടിയാണെന്നുള്ളതാണ്. അത് നമ്മൾ കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തരം ഇടപെടലാണ് ഇന്നും ഇപ്പം നമ്മൾ കാണുന്നത്. അവിടെയും നടക്കുന്ന ഒരുപാട് ലംഘനങ്ങൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സമത്വം എന്നുള്ള ഭാവനയാണ് തത്വമസി നൽകുന്നതെങ്കിൽ അതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഇന്നവിടെ നടക്കുന്ന സംഗമം. അതുകൊണ്ട് തുടരെ നമ്മൾ കാണുന്ന ശബരിമലയിലും മറ്റ് ക്ഷേത്രങ്ങളും കാണുന്നത് തീർച്ചയായിട്ടും വിശ്വാസ ലംഘനമാണ്, സനാതനധർമ്മത്തിനെ വെല്ലുവിളിക്കുകയും കൂടെയാണ്. അപ്പം അതിന് പരിഹാരം ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളതാണ്.